കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്കിടയിലെ അനർഹരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള 86,000 പേർ അനർഹമായി മുൻഗണനാ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി AI സാങ്കേതിക വിദ്യ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടികൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തുടക്കമിടുകയും ചെയ്തു. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങളും റേഷൻ കാർഡ് ഡാറ്റാബേസും ഒത്തുനോക്കിയാണ് കേന്ദ്രം ഈ കണ്ടെത്തൽ നടത്തിയത്. കാർഡിലെയും പാൻ കാർഡിലെയും ആധാർ വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയാണ് വിവരങ്ങൾ സംസ്ഥാനത്തിന് കൈമാറിയത്. നിലവിലെ നിയമപ്രകാരം കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. അനർഹമായി റേഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് വിപണി വില അടിസ്ഥാനമാക്കി പിഴ ഈടാക്കും. ഇതുവരെ വാങ്ങിയ അരിക്ക് കിലോയ്ക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും നിരക്കിലാണ് തുക ഈടാക്കുക. താലൂക്ക് സപ്ലൈ ഓഫീസുകൾ വഴി ഇവർക്ക് ഉടൻ തന്നെ നോട്ടീസ് അയച്ചു തുടങ്ങും. ആദായ നികുതിദായകർക്ക് പുറമെ PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്ന ഒരേക്കറിലധികം ഭൂമിയുള്ളവരും GST രജിസ്ട്രേഷൻ എടുത്തവരും സ്വന്തമായി കമ്പനി രൂപീകരണത്തിന് അപേക്ഷിച്ചവരും കേന്ദ്ര നിരീക്ഷണത്തിലാണ്. കേന്ദ്ര പൊതുവിതരണ മന്ത്രാലയത്തിന്റെ AI പരിശോധനകൾ തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പട്ടികയിൽ നിന്ന് പുറത്താകാനും സാധ്യതയുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും AIയുടെയും വിപ്ലവാത്മകമായ പ്രയോഗത്തിലൂടെ പൊതുവിതരണ ശൃംഖലയിലെ ക്രമക്കേടുകൾ പൂർണ്ണമായും തടയാൻ സാധിക്കുമെന്നാണ് ഈ നടപടി വ്യക്തമാക്കുന്നത്. ആദായ നികുതി, ഭൂമി, ബിസിനസ് വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി പരിശോധന യഥാർത്ഥ അർഹരിലേക്ക് മാത്രം സൗജന്യ ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. മുൻഗണനാ പട്ടികയിൽ നിന്ന് അനർഹരെ പുറത്താക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതിലൂടെ അർഹതപ്പെട്ട സാധാരണക്കാർക്ക് തങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കാനുള്ള വഴി തെളിയുകയാണ്.